അത് നീ തന്നെയാണ്. അമ്പലത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നാം ആരാധിക്കുന്ന മൂർത്തി അത് ആരാണോ അത് നീ തന്നെയാണ്. നീയും ഞാനും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് തത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിന്നുടെ തത്വം ഞാൻ അറിയാതെ അല്ലെങ്കിൽ എൻ്റെ തത്വം നീ അറിയാതെ നമുക്ക് രണ്ടും ഒന്നാവാൻ സാധ്യമല്ല. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു ഇനമാണ് തത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് നമുക്ക് സംസാരിക്കാനും ദാർശനികമായ ഒരുപാട് കാഴ്ചപ്പാടുകളുമുള്ള ഒരു ഇനമാണ് തത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ചറിഞ്ഞു ഞാൻ, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് ഞാൻ അമ്പരന്നു പോയി എന്നാണ് പറയുന്നത്. അതാണ് തത്വം. ഗുരുവായൂരിലിരിക്കുന്ന മൂർത്തിയും ഞാനും, അതിൽ ഞങ്ങൾ തമ്മിലുള്ള ദൂരം കണ്ട് ഞാൻ അമ്പരന്നു പോയി. ആ ദൂരം വരാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും ഈശ്വരനായി മാറണം. എങ്ങനെയാണ് നമുക്ക് ഈശ്വരനായി മാറാൻ സാധിക്കുന്നത്? ഒരുപാട് വേദനകൾ എടുത്താൽ മാത്രമേ നമുക്ക് ഈശ്വരനാവാൻ പറ്റൂ. ഈശ്വരനാകുന്നത് സന്തോഷമല്ല. ഒരു കിരീടം തലയിൽ വെക്കുന്നത് പോലെ ഒരു വളരെ സന്തോഷമുള്ള ഒരു പ്രവൃത്തിയല്ല ഈശ്വരനാവുക എന്ന് പറയുന്നത്. നിങ്ങളുടെ വിഷമം എന്നോട് പറയുമ്പോൾ, നിങ്ങളുടെ തത്വം എന്നോട് പറയുമ്പോൾ, നിങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാനും നിങ്ങളോടൊപ്പം എമ്പത്തിയോടെ കൈപിടിച്ച് നടക്കുന്നതാണ് തത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് നീയാണ്, അല്ലെങ്കിൽ നീയും ഞാനും ഒന്നാണ് എന്ന സ്ഥലത്താണ് തത്വം എന്ന അർത്ഥം പൂർണ്ണമാകുന്നത്.